ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നില്ല. ഒത്തിരി ഇതൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ്. കുട്ടികളുടെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോ ഇടാത്തത്. വീഡിയോ ഇടാത്ത മാത്രമല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലോട്ട് ഞാൻ ഇറങ്ങി പോകുന്നത് കാരണം എൻ്റെ ടെറസും അത്ര ഭംഗിയല്ലാത്ത രൂപത്തിലായി. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു എൻ്റെ തക്കാളി മുഴുവൻ പോയിരുന്നത്. തക്കാളി ഏകദേശം എല്ലാം തന്നെ പോയി കേട്ടോ. അത് പോയതിൻ്റെ കാര്യവും ഞാൻ കണ്ടുപിടിച്ചു. അതിനുള്ള പരിഹാരമൊക്കെ ആയിട്ട് ഇനി എനിക്ക് ടെറസ് കൃഷി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കുറേ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും സവോളയുടെയൊക്കെ വിത്തുകൾ വാങ്ങി വെച്ചു. മറ്റു വിത്തുകളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പാകി കിളിപ്പിക്കുന്നില്ല. അത് കുറേ ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വിത്ത് വാങ്ങിയ സമയം വെച്ച് നോക്കാമെങ്കിൽ ഇപ്പോൾ പൂത്ത് കായ്ക്കേണ്ട സമയവും കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെയുള്ള സമയങ്ങളിൽ നമുക്ക് കുറേശ്ശെ പാകി വെച്ചാൽ പയ്യെ സമയം കിട്ടുന്ന അനുസരിച്ച് എന്നോട് വീട്ടിലെല്ലാവരും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി കയറാം, ഒറ്റയ്ക്ക് കിടന്നാൽ തനിയെ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ടെല്ലാം പാകിയൊക്കെ പിടിപ്പിച്ചോ, ഞങ്ങളെല്ലാവരും കൂടി കൂടാം, രാത്രിയിലൊക്കെ നമുക്ക് ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ടെറസിലെ കൃഷി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് കൂടി തന്നെയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാരണവും ആക്സിഡൻറ്റ് കാരണവും മറ്റും എനിക്ക് പിന്നെ അത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. ഒറ്റയ്ക്ക് ചെയ്ത് വന്നപ്പോൾ എല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റാത്തൊരവസ്ഥയും വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി പഴയ രീതിക്ക് തന്നെ നല്ല രീതിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്നൊക്കെ വാങ്ങി വെച്ച ഒരു 3-4 മാസം മുന്നേ വാങ്ങി വെച്ച വിത്തൊക്കെ ആയിരുന്നു നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, സവോളയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പാകാമെന്ന് വിചാരിച്ചു. ഞാനേ ഫസ്റ്റ് നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്താണ് പാകാമെന്ന് വെച്ചത്. ക്യാരറ്റിൻ്റെ വിത്ത് ഞാൻ ഇതിന് മുന്നും പാകി പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ക്യാരറ്റിൻ്റെ വിത്ത് പാകാനായിട്ട് ഞാനപ്പോൾ വിചാരിച്ചു പുതിയ ട്രേ ഒക്കെ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ ഞാൻ ഈ ഒരു മുട്ടയുടെ തൊണ്ട്, സാധാരണ ഞാൻ ഈ മുട്ടത്തൊണ്ടിനകത്ത് വിത്ത് പാകാറുണ്ട് കേട്ടോ. മുട്ടത്തൊണ്ടിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് ഞാൻ വിത്ത് പാകാറുണ്ട്. വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പിടുത്തം പിടിക്കുമ്പോൾ ഇവൻ പൊടിഞ്ഞു പോകും, പിന്നെ നമുക്കതങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മുട്ടത്തൊണ്ട് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് മണ്ണ് നേരത്തെ തന്നെ, മണ്ണ് എന്ന് പറഞ്ഞാൽ ഇത് ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരുന്ന മണ്ണാണ്. അത് ഞാൻ കുറച്ചെടുത്ത് ഇത്രത്തോളം തന്നെ ഞാൻ ഇടുവാണേ. ക്യാരറ്റിൻ്റെ ഇത് കണ്ടോ, ഇത് ക്യാരറ്റിൻ്റെ വിത്താണ്. ഇത് ക്യാരറ്റിൻ്റെ വിത്താണ്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് പാകുകയാണ്. ഇങ്ങനെ ഒത്തിരി ഇട്ട് പാകുന്നത് എന്നാന്ന് വെച്ചാൽ ക്യാരറ്റിൻ്റെ വിത്ത് ഇങ്ങനെ അടുത്ത് കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. തീർത്തും പിടിച്ചു വരുമ്പോഴത്തേക്കും തീർത്തും കട്ടി കുറഞ്ഞ തൈകളായിട്ടാണ് ഇത് പിടിച്ചു വരുമ്പോൾ കാണാം നിങ്ങൾക്ക്. മല്ലി പിടിച്ചു വരികയില്ല. അപ്പോൾ ഇവൻ കയറി വരുമ്പോഴേ തന്നെ തളർന്ന് കിടക്കുന്ന ഒരു രൂപത്തിൽ ഇവൻ വരുള്ളൂ. അപ്പോൾ ഇത്ര അടുപ്പിച്ചങ്ങ് ഇടുവാണെങ്കിൽ ഇവർ കൂട്ടായിട്ട് വളരുമ്പോഴത്തേക്കും ഒരു കരുത്തോടു കൂടി തന്നെ പോരും. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ വിത്ത് പാകുമ്പോൾ അകത്തി പാകാതെ കൂട്ടത്തോട് തന്നെ ഇടാൻ നോക്കണം. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ക്യാരറ്റിൻ്റെ വിത്ത് ചെറിയ പോട്ടിനകത്ത് ഒരു 10-15 എണ്ണമെങ്കിലും വെച്ചായിരിക്കും നമുക്ക് സാധാരണ കിട്ടുന്നത്. അതിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വെള്ളത്തിൽ പോട്ടിൽ നിന്ന് നേരെ എടുത്ത് ഒരു കപ്പിനകത്ത് വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ പയ്യെ അലിപ്പിക്കുമ്പോൾ ഓരോന്നായിട്ട് വിട്ട് വരും. എന്നിട്ടാണ് ഞാൻ ഓരോന്നെടുത്ത് വെച്ച് ക്യാരറ്റ് പിടിപ്പിക്കുന്നത്. പാകി പിടിപ്പിക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇത് മുഴുവത്തെ വഴി എടുത്തിട്ട് അത് ഞാൻ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റിൻ്റെ വിത്ത് ഫസ്റ്റ് പാകി ശകലം മണ്ണ്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകലം മണ്ണിടുക.
ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കയറി വരും. എന്നിട്ട് ഞാനിത് ചെയ്യുന്നത് ഇതുപോലെ ഒന്നില്ലെങ്കിൽ മല്ലിയില അങ്ങനെ ഏതെങ്കിലും നിൽക്കുന്ന ഒരു പോട്ടിനകത്തോട്ട് ഇതിങ്ങനെ വെക്കുകയേ ചെയ്യുള്ളൂ. ഇനി അടുത്തത് ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ വിത്താണ് പാകുന്നത്. ഇതാണ് ബീറ്റ്റൂട്ടിൻ്റെ വിത്ത്. അപ്പം ഇതും ഞാൻ ഇതിനകത്ത് പാകുകയാണ്. പിന്നെ എനിക്ക് വേറൊരു ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഞാൻ പാലക്കിൻ്റെ വിത്ത് മേടിച്ചപ്പോൾ എനിക്ക് പച്ച കളറിലല്ല കിട്ടിയത്, വേറൊരു കളറിലാണ് കിട്ടിയെന്ന്. പക്ഷേ പാലക്കിൻ്റെ വിത്തല്ലായിരുന്നു കേട്ടോ, ബീറ്റ്റൂട്ടിൻ്റെ വിത്താണ് ഈ കളറിൽ എനിക്ക് കിട്ടിയത്. പാലക്കിൻ്റെ വിത്ത് ആ കളറിൽ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഏകദേശം പാലക്കും ഈ ബീറ്റ്റൂട്ടിൻ്റെ വിത്തും ഇച്ചിരി സെയിം ആയിട്ട് തന്നെ വരും. അപ്പോൾ അതെ, ഇതാണ് ബീറ്റ്റൂട്ടിൻ്റെ വിത്ത്. ഇതും ഞാനിങ്ങനെ പാകി ശകലം മണ്ണ് മേളിലിട്ട് ഇതിനകത്ത് വെച്ചു. ഇനി അടുത്തത് സവോളയുടെ വിത്താണ്. ഇതുണ്ടോ നമ്മുടെ സവോളയുടെ വിത്ത്? ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു എള്ള് പോലെയൊക്കെ. ആദ്യമായിട്ടാണ് ഞാൻ സവോളയുടെ വിത്ത് എനിക്ക് കിട്ടുന്നതും ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ സവോളയുടെ വിത്ത്. ഇതിനകത്ത് പാകി നോക്കാം, കിളുക്കുവാണെങ്കിൽ കിളുക്കട്ടെ. ഇതും ഞാൻ ഈ മണ്ണിനകത്തിട്ട് ഈ ചട്ടിയിൽ വെക്കുകയാണ്. ഇതിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കും. അപ്പം ഇനി പഴയ പോലെ തന്നെ നല്ല വീഡിയോസൊക്കെ എടുത്ത് നല്ല രീതിക്ക് ഓരോന്ന് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ശരിക്കും പറഞ്ഞാൽ ടെറസ് കാണിക്കാൻ പറ്റില്ല, അതുപോലെ എൻ്റെ ടെറസ് മോശമായി പോയി. കാര്യം എന്ന് വെച്ചാൽ മോശമായെന്നല്ല, എൻ്റെ തക്കാളികൾ മുഴുവൻ പോയി. പിന്നീട് ഞാൻ വെച്ച തക്കാളികളാണെങ്കിൽ തന്നെ ഒരെണ്ണ എനിക്ക് കറക്റ്റായിട്ട് പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറയാമല്ലോ, ഞാൻ തക്കാളി ഒരു 6 മാസമായിട്ട് തക്കാളി വെച്ചിട്ട് എനിക്ക് ഇന്ന് ഈ സമയം വരെ എനിക്ക് പുറത്തുനിന്ന് തക്കാളി വാങ്ങേണ്ടി വന്നിട്ടില്ല. തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ തക്കാളികൾ പോയത് ഞാൻ പറഞ്ഞാലേ കാരണം കണ്ടുപിടിച്ചു എന്ന്. ഞാൻ വെച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ ഈ ടെറസിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചിരട്ട വെച്ചിട്ട് ചിരട്ടയുടെ മേളിലായിരുന്നു നമ്മുടെ ഗ്രോ ബാഗൊക്കെ എടുത്ത് വെച്ചിരുന്നത്. അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഗ്രോ ബാഗ് അകത്തെ വെച്ച് പൊക്കിയായിരുന്നു ഞാൻ വെച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയതാണോ എന്താണോ, മഴ ആയതുകൊണ്ടാണോ, ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോയില്ല. പെട്ടെന്ന് വന്ന ആ വെയിലിൽ ഈ ഗ്രോ ബാഗ് നമ്മുടെ ടെറസിൻ്റെ ചൂടടിച്ച് അടിയിൽ നിന്ന് നന്നായിട്ട് പഴുത്തു, മേളിൽ നിന്ന് നല്ല ചൂട് ചെന്നു. കരിയിലേക്ക് ഇട്ട് നല്ല പൊത കൊടുത്തെങ്കിൽ പോലും ആ ചൂട് താങ്ങാതെ തന്നെയാണ് എൻ്റെ തക്കാളികളെല്ലാം പോയത്. അല്ലാതെ വേറൊരു കാര്യം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ പുറകോട്ട് പോകുന്നില്ല. വീണ്ടും നമ്മൾ വെച്ച് അതിന് പരിഹാരം കണ്ടുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമല്ലേ നമ്മളൊരു ചെയ്യുന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്കതിൽ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും ഇഷ്ടമുള്ള, ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നൊരു ഫീൽഡാണ് ഈ കൃഷി എന്ന് പറയുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളതാണ്. അന്നൊന്നും ചെയ്തില്ല, പിന്നെ ഇപ്പം അതിനൊരു സാഹചര്യം വന്നപ്പോൾ ചെയ്തു. പക്ഷെ അതിൽ നമ്മൾ എൻ്റെ അത് പോയി അല്ലെ ഇത് പോയി എന്ന് പറഞ്ഞൊന്നും സങ്കടപ്പെടാൻ ഞാനില്ല. പോയപ്പോൾ ഒരു ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് നല്ല രീതിക്ക് തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് ഉള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം.